പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കലങ്കനിപ്പ് മഹാനിവേദ്യത്തിൽ ഇത്തവണയും ആയിരക്കണക്കിന് ഭക്തർ പങ്കാളികളായി. രാവിലെ ഭണ്ഡാര വീട്ടിൽ നിന്നുള്ള ഭണ്ഡാരക്കലം ക്ഷേത്രത്തിൽ സമർപ്പിച്ചതോടെയാണ് ഉത്സവത്തിന് തുടക്കമായത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ധനുമാസത്തിൽ ചെറിയ കലങ്കനിപ്പും മകരമാസത്തിൽ വലിയ കലങ്കനിപ്പ് മഹാനിവേദ്യവുമാണ് ക്ഷേത്രഘടകത്തിൽ നടക്കാറുള്ളത്. രാവിലെ ഭണ്ഡാര വീട്ടിൽ നിന്നുള്ള ഭണ്ഡാരക്കലം ക്ഷേത്രത്തിൽ സമർപ്പണം നടത്തിയതിന് പിന്നാലെ വിവിധ പ്രാദേശിക സമിതികളിലെ ആയിരക്കണക്കിന് വീടുകളിൽ നിന്നും ഭക്തർ കലങ്ങളുമായി ഘോഷയാത്രയായും ഒറ്റയായും കൂട്ടമായും ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം ചെയ്ത് സമർപ്പണം നടത്തി. ആദിത്യൻ പുത്രിയ മമ്മദൻ കോവിലിൽ കാലം കനിപ്പ് വഴിപാട്, കാലം കനിപ്പ് മഹാനിവേദ്യം പാലക്കുന്നമ്മദൻ സന്നിധിയിൽ, പാലക്കുന്നമ്മദൻ സന്നിധിയിൽ. ആദിത്യൻ പുത്രിയ മമ്മദൻ കോവിലിൽ കാലം കനിപ്പ് വഴിപാട്, കാലം കനിപ്പ് മഹാനിവേദ്യം പാലക്കുന്നമ്മദൻ സന്നിധിയിൽ, പാലക്കുന്നമ്മദൻ സന്നിധിയിൽ. അരിപ്പൊടി പച്ചരി വെട്ടിലടയ്ക്കാൻ കുളിച്ചു വ്രതശുദ്ധിയോടെ പുത്തൻ മണ്ഡലത്തിൽ കുത്തിയ പച്ചരി, ശർക്കര, നാളികേരം, അടക്ക, വെറ്റില, അരിപ്പൊടി എന്നിവ നിറച്ച് തലയിലേന്തി കയ്യിൽ കുരുത്തോലയുമായാണ് കാൽനടയായി സ്ത്രീകളും ഒപ്പം പുരുഷന്മാരും പ്രാർത്ഥനാനിരതമായ മനസ്സുമായി ക്ഷേത്രത്തിലെത്തിയത്. തീയ സമുദായത്തിലെ സ്ത്രീകളാണ് നേർച്ച സമർപ്പിക്കുന്നതെങ്കിലും ഇതര സമുദായക്കാർ ഈ വഴിപാട് നടത്തുന്നതിന് പരിചയക്കാരായ തീയ സമുദായക്കാരായ സ്ത്രീകളെ ചുമതലപ്പെടുത്തുന്നതും പതിവാണ്. കൊടുങ്ങല്ലൂരമ്മയുടെ ഉപാസകനായ ദൂതൻ തീയ സമുദായ അംഗമായ കലശക്കാരന്റെ വീട്ടിൽ ഒരു നാൾ തങ്ങിയെന്നും കയ്യിലുണ്ടായിരുന്ന പൊക്കണവും ചൂരൽക്കോലും മഞ്ഞൾപ്പൊതിയും അവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു എന്നൊരു കഥയുണ്ട്. വീട്ടിലെ വൃദ്ധയായ സ്ത്രീയിൽ നിന്ന് പുത്തൻ കലവും ഉണക്കലരിയും വാങ്ങി ദൂതൻ സ്വയം ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങിയപ്പോൾ തിളച്ചുപൊങ്ങിയ കഞ്ഞിവെള്ളത്തിൽ ദേവിയുടെ രൂപം കണ്ടുവെന്നും ഇതാണ് കലങ്കനിപ്പിന് പ്രേരകമായതെന്നുമാണ് വിശ്വാസം. കൂടാതെ ഈ നിവേദ്യ സമർപ്പണത്തിലൂടെ വിളനാശം, വസൂരി, മാറാവ്യാധികൾ എന്നിവയിൽ നിന്നുള്ള മോചനവും ഒപ്പം വീടുകളിൽ ഐശ്വര്യമുണ്ടാകുമെന്നും കരുതിപ്പോരുന്നു. ഇത്തവണയും 10,000-ഓളം കലങ്ങൾ സമർപ്പണത്തിലെത്തിയെന്ന് ഭരണസമിതി ഭാരവാഹികൾ പറഞ്ഞു. ധനുമാസത്തിലെയും മകരമാസത്തിലെയും കലങ്കനിപ്പ് നിവേദ്യങ്ങൾ ഒരുപക്ഷെ പാലക്കുന്ന് ക്ഷേത്രത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. തെക്കൻ ജില്ലകളിലാണെങ്കിൽ ആറ്റുകാൽ പൊങ്കാല ആണ് ഏറെ വിശേഷപ്പെട്ട ഒരു നിവേദ്യ ചടങ്ങാണെങ്കിൽ പാലക്കുന്നിനെ സംബന്ധിച്ചിടത്തോളം കലങ്കനിപ്പ് മഹാനിവേദ്യമാണ് നമ്മുടെ വടക്കേ മലബാറിലെ ഏറ്റവും സവിശേഷമായ ചടങ്ങെന്ന് വിശേഷിപ്പിക്കാം. ഈ ക്ഷേത്ര പരിധിയിലെ 32 പ്രാദേശിക സമിതികളിൽ നിന്നുള്ള അംഗങ്ങൾ കാൽനടയായി രാവിലെ മുതൽ ക്ഷേത്രസന്നിധിയിൽ നിവേദ്യ കലകളുമായി എത്തിച്ചേർന്ന് ഈ ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പാചകശാലയിൽ വെച്ചത് ബാല്യക്കാർ തയ്യാറാക്കി നാളെ രാവിലെ ഇവിടുത്തെ നിവേദ്യ ചടങ്ങുകളും ഒക്കെ കഴിഞ്ഞ ശേഷം കൊണ്ടുവരുന്ന ഭക്തർക്ക് തിരിച്ചു കൊടുക്കുന്നതാണ് കലങ്കനിപ്പ് മഹാനിവേദ്യ ചടങ്ങുകളുടെ പ്രധാന ആകർഷകത. ഏകദേശം ഒരു 10,000-ൽ പരം കലങ്ങളാണ് ഇപ്രാവശ്യം ദേവി സന്നിധിയിൽ സമർപ്പിച്ചതായി കണക്കാക്കുന്നത്. ഇത് രാവിലെ മുതൽ തന്നെ ഒരു അനവധി ബാല്യക്കാർ ഇതിനു വേണ്ടി സജീവമായിട്ട് ആ നിവേദ്യം തയ്യാറാക്കുന്ന തിരക്കിലാണ്. പക്ഷേ ഈ പല പ്രാർത്ഥനകളായിട്ടാണ് വിവിധ പ്രാദേശിക സമിതികളിൽ നിന്ന് അവരവരുടെ അഭീഷ്ടകാര്യ സിദ്ധിക്ക്, അതുപോലെ തന്നെ മുൻകാലങ്ങളിലാണെങ്കിൽ രോഗശാന്തി തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും പ്രാർത്ഥനയായി കലങ്കനിപ്പ് നേരാറുണ്ട്. ഇപ്രാവശ്യവും അതുപോലെ തന്നെ എല്ലാ വർഷങ്ങളും അതുപോലെ തന്നെ കലങ്കനിപ്പിനായി എത്തുന്ന നിവേദ്യ കലങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഉത്സവം കൂടാനെത്തിയവർക്കെല്ലാം മങ്ങണത്തിൽ ഉണക്കലരിക്കഞ്ഞിയും അച്ചാറും നൽകുമെന്നതും പ്രത്യേകതയാണ്. കാലം കനിപ്പ് മഹാനിവേദ്യം മൺകലമെല്ലാം നിറയുമ്പോൾ തീക്കനൽ മൂട്ടിക്കുരുത്തോലടകൾ ചുട്ടെടുത്തോരോന്നു വെക്കുന്നു. കളത്തിലെ വിഭവങ്ങൾ വേർതിരിച്ച് സ്ഥാനികരുടെ നേതൃത്വത്തിൽ സേവനനിരതരായ ബാല്യക്കാർ നിവേദ്യച്ചോറും ചുട്ടിട തടയും തയ്യാറാക്കി ക്ഷേത്രാങ്കണത്തിൽ നിരത്തിയ കലങ്ങളിൽ നിറച്ചു. ശനിയാഴ്ച രാവിലെ കലശാട്ട് കർമ്മങ്ങളും കല്ലൊപ്പിക്കലും നടത്തിയ ശേഷം ചോറ് നിറച്ച കലവും കുരുത്തോല കൂട്ടിക്കെട്ടിയ കൊട്ടിളയിൽ ചുട്ടിട തടയും നേർച്ച സമർപ്പിച്ചവർക്ക് തിരികെ നൽകും. വിപണി കണ്ടെത്താനാകാതെ പ്രതിസന്ധി നേരിടുന്ന മൺപാത്ര നിർമ്മാണം ജീവിതമാർഗമായി സ്വീകരിച്ച് ജില്ലയിലെ എരിക്കുളം, ഗീക്കാൻ, പൈക്ക, ഇരുമ്പക്കുളം, പെലിക്കോട്, ചിപ്ലിക്കയ തുടങ്ങിയ പരമ്പരാഗത ഇടങ്ങളിലെ തൊഴിലാളി കുടുംബങ്ങൾക്ക് നേരിയ ആശ്വാസം കൂടിയാണ് പാലക്കുന്ന് ക്ഷേത്രഘടകത്തിൽ നടത്തപ്പെടുന്ന ധനു മകരമാസങ്ങളിലെ കലങ്കനിപ്പ്.
കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളാണ് പ്രധാനമായും മൺപാത്ര നിർമ്മാണത്തിന് ഭീഷണി. കളിമണ്ണിന്റെ ലഭ്യതക്കുറവും മണ്ണിനോടും ചൂളയോടുമുള്ള പുത്തൻ തലമുറയുടെ താല്പര്യക്കുറവും കൂടി വരുന്നതിനാൽ ഇതെത്ര നാൾ ഇനിയും തുടരാനാകുമെന്ന ആശങ്കയിലാണ് ഇവരെല്ലാം. അതുകൊണ്ട് തന്നെ 8,000-നും 10,000-നും മധ്യേ കലങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന പാലക്കുന്ന് കടകം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കനിപ്പ് മഹോത്സവം ഇവരെ സംബന്ധിച്ചിടത്തോളം അതിജീവന പാതയിൽ വലിയൊരു കരുത്തും കരുതലുമാണ്. ന്യൂസ് ബ്യൂറോ, പുതുമ.